കഴിഞ്ഞ ദിവസം 2-3 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ ഈ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. ചേർത്തല ആശുപത്രിയിൽ ഒരു പ്രേക്ഷിത നിൽക്കാൻ അവിടെ എന്തോ കാര്യത്തിന് ഈ പത്രം കൊടുക്കാനൊക്കെ ചെന്നതാണ്. അപ്പോൾ ഒരു പെങ്കൊച്ചിനെ അവിടെ കണ്ടു. അപ്പോൾ ഈ പ്രേക്ഷിത ഇവരെ നേരത്തെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും പ്രേക്ഷിത ഈ പത്രം കൊടുക്കുന്നതിനിടയ്ക്ക് ഈ മകളോട് ചോദിച്ച്, മകളെ നീ എന്തിനാണ് വന്നത് ഇവിടെ എന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല ചോദിക്കാൻ. ആശുപത്രി വന്നതുകൊണ്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും പരിപാടി. പക്ഷെ ആ പ്രേക്ഷിതയ്ക്ക് ഇവരോട് അങ്ങനെ ചോദിക്കാൻ തോന്നി, മകളെ നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇവള് മിണ്ടത്തില്ല. ഇവള് അവിടെ നിൽക്കുന്ന വേറൊരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവരും മിണ്ടണില്ല. ഇവരുടെ ആൻറ്റിയാ മറ്റിയാണ്, അമ്മയുടെ അനിയെത്തിയ എന്തോ സംഭവമാണ്. അവരും മിണ്ടണില്ല. എന്തിനാണ്? ഇവളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു 4 മാസമേ ആയുള്ളൂ. അതൊക്കെ മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ പാല് കുടി തീരുന്ന മുമ്പ് തന്നെ അടുത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റായി. അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിച്ചില്ല. സാധാരണ പാല് കുടി തീരുമ്പോഴല്ല കുഞ്ഞുങ്ങളെയൊക്കെ രണ്ടാമത്തെ കുഞ്ഞിനെയൊക്കെ കിട്ടുന്നത്. ഇത് അതൊക്കെ മുമ്പ് പ്രഗ്നൻ്റായി. അപ്പോൾ ഇതിന് ഏക്കത്തില്ല. ആരും ഏക്കണില്ല. ഈ രണ്ടാമത്തെ പ്രസവം എവിടെയാണ് വരേണ്ടത്? സാധാരണഗതി ചെറുക്കൻ്റെ വീട്ടിലാണ് വരേണ്ടത്. അപ്പം ചെറുക്കൻ്റെ അമ്മ ഈ പ്രസവം ഏക്കത്തില്ല. എന്താ കാര്യം? അവളുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി അവിടെ ഒന്നിപ്പുണ്ട്. നമ്മൾ എന്തെല്ലാം ആശയങ്ങൾ പറഞ്ഞാലും ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മായിയും ചെറുക്കൻ്റെ അമ്മനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവരുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി വന്നിപ്പുണ്ട്. അപ്പോഴാണ് മരുമകൾ രണ്ടാമതും ഗർഭമായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവളെ ഇവിടുത്തെ വയറുമായിട്ട് ഇവളുടെ അമ്മയെടുത്ത് പോയി. അമ്മയെടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ മോന്ത അപ്പം തന്നെ മാറി. അത് തുലാമാസത്തിലെ കാർമേഘം വെക്കണ പോലെയായി. എന്താ കാര്യം? ഇവളുടെ അമ്മ പറയണത്, നിന്നെ ഇവിടെ പ്രസവിക്കാൻ കൊണ്ടുപോകാമെന്ന് നിർത്തിയതിൻ്റെ പേരിൽ എനിക്ക് 80,000 രൂപ കടമുണ്ട്. അതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ സേവയിൽ പോയാലേ ഈ കടം തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് സേവയിൽ പോകണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ വന്ന് പ്രസവിക്കാൻ പോയാൽ 160 പിന്നെ 2 ലക്ഷം രൂപ കടമാവും. ഞാനെങ്ങനെ വിട്ടാന? അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. ജീവിതത്തെ അതിൻ്റെ രീതികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതാണ് ഈ കർത്താവ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കുന്ന എല്ലാം മനുഷ്യൻ്റെ അവസ്ഥകളാണത്. ഒരു മനുഷ്യനെ ഇതിൻ്റെ അടുത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പെണ്ണിൻ്റെ അപ്പനെയും പറയാൻ പറ്റത്തില്ല, പെണ്ണിൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല, ചെറുക്കൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല. ചെറുക്കൻ്റെ നമുക്ക് വേറെയും പ്രശ്നമുണ്ട്. അവിടെ വെള്ളമില്ല, കുറവാണ്. വെള്ളം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ വെള്ളമാണ്. അത് പിടിച്ച് വെച്ചിട്ട് അത് പൈപ്പിൽ വെള്ളം വരുമ്പോൾ 100 പേര് പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ നൂല് പോലെ വെള്ളം വരും. അപ്പോൾ ഈ പ്രസവക്കാരൊക്കെ എങ്ങനെയാണ് ഈ വെള്ളം കിട്ടി ആവശ്യമായ വെള്ളം കിട്ടണത്? അപ്പോൾ അവർക്ക് മടുത്ത് അവർ വേറെ എവിടെയോ കിണറ്റിപ്പൊക്കെ കോരിയൊക്കെയാണ് ആദ്യത്തിന് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സങ്കടങ്ങളിൽ ഉള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും. നമുക്കിവർ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുക്കുക എന്നല്ലാതെ, പിന്നെ ദൈവമാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വിഷയവും അതാണ് അങ്ങനെ പറയണത്. 6:32 കണ്ട എന്താ പറയണത്? എന്ത് മനോഹരമായ വചനമാണത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതെനിക്ക് ഭയങ്കരമായൊരു വചനമാണത്. കർത്താവിനൊരു കൈയടിച്ച് നിങ്ങൾ കർത്താവിന് നന്ദി പറയുക. പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു.
മനുഷ്യാവസ്ഥകളെ, ഇതൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യാവസ്ഥകളെ ദൈവം വളരെ കൃത്യമായി ഈ മനുഷ്യാവസ്ഥകൾ കർത്താവിൻ്റെ കൺമുമ്പിലേക്ക് ഇത് എഴുതി വെക്കുമ്പോൾ ഇതിന് ഭയങ്കരമായ രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ഉടമ്പടിയിലാണെങ്കിൽ ഇതിന് 1000 പരിഹാരമാണ് വരണത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരേണ്ട കാര്യം, ഇപ്പോഴേ ഈ ചെറുക്കൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പെണ്ണിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പിന്നെ ചെറുക്കനോട് പറഞ്ഞപ്പോഴേ ഇത് നടക്കത്തില്ല കേട്ടാ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ അതിനെക്കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ ആന്റിനെ ചട്ടം കെട്ടി അബോർഷന് വേണ്ടി ഗവൺമെൻറ് ആശുപത്രി വന്നിരിക്കുക. ഇതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ കൊച്ച് ഒരു ജീവൻ വഴിയാധാരമായി. ഇതിൻ്റെ റിസ്ക് ആർക്കും എടുക്കാൻ പറ്റണില്ല. ചെറുക്കൻ്റെ വീട്ടിലെടുക്കാൻ പറ്റണില്ല, പെണ്ണിൻ്റെ വീട്ടിലെടുക്കാൻ പറ്റുന്നില്ല. കൊച്ചിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അപ്പം ചില ആൾക്കാർക്ക് ഈ ഇരുന്ന് പെട്രോളിനൊരു പ്രശ്നമുണ്ട്. പെട്രോള് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ആവിയായി പോവും. ഇതുപോലെ മനുഷ്യന്മാർക്ക് ഇരുന്ന് ആധ്യാത്മിക ശൈത്യം സംഭവിക്കും. അതായത് ദൈവം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തരുന്ന സംഭവങ്ങളെ ചില ആൾക്കാർ അത് താഴ്ചക്കാക്കി മാറ്റിക്കളയും. ഇപ്പോൾ എല്ലാവരും തോറ്റില്ലേ ഇതിൻ്റെ അകത്ത്? ഒരു കുഞ്ഞ് ജനിക്കാൻ പോണെന്ന് കണ്ടപ്പോഴേ എല്ലാവരും കൈ ഒഴിഞ്ഞതിൻ്റെ അകത്ത്. ഇനി ഇവർ പള്ളിയിൽ പോവുകയും ചെയ്യും, കുമ്പസാരിക്കുകയും ചെയ്യും, കുർബാന സ്വീകരിക്കുകയും ചെയ്യും, പറഞ്ഞ ഉടമ്പടി പുതുക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതവും ഉടമ്പടിയും തമ്മിൽ ടാലിയാകണില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും ഒരു കുരിശ് വന്നപ്പോഴേ അവർ കർത്താവിനെ മറന്നു. അതാണ് വിഷയം. കർത്താവിനും മറന്നു. ഇതിൻ്റെ അകത്ത് പറയണത് ഉള്ള ഈ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ ദൈവത്തോട് 500 കാര്യം ചോദിക്കും, ദൈവം നമ്മൾ ഒരു കാര്യം ചോദിക്കും. അതാണ് വിഷയം. ദൈവത്തോട് നമ്മൾ 500 കാര്യം ചോദിക്കും, ദൈവം നമ്മൾ ഒരു കാര്യം ചോദിക്കും. ഞാൻ 500 കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരാം, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു ആവശ്യമുണ്ട്. ആ കുഞ്ഞിനെ കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞ ഇവർ 500 കാര്യം വാങ്ങിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഒരു കാര്യം ചെയ്യത്തില്ല. ഇതാണ് ഇരുന്ന് അധികാരം പോണവർ. പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക ദുരന്തം ഇതാണ്. വെറുതെ ഇരുന്ന് ആധ്യാത്മിക അധികാരം നഷ്ടപ്പെടും. വെറുതെ ഇരുന്ന് നിങ്ങളൊന്ന് ഒരു കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പവർ ഇന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്കിങ്ങനെ ഒരു കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ മതി, പക്ഷെ ഇരുന്ന് നമ്മുടെ പവർ പോകും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞോടും സ്നേഹത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ പേര് ബെനീറ്റ ടൈസൺ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയാണ്. 2.5 വയസ്സായിട്ടും അവൻ അമ്മ എന്നൊരു വാക്ക് പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിച്ചായിരുന്നു. ഒരു രീതിയിലും അവൻ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സ്പീച്ച് തെറാപ്പിയിൽ കൊണ്ടുപോയി ഒരുപാട് തവണ നമ്മൾ തന്നെ പരിശ്രമിച്ച് ഒരുപാട് സംസാരിപ്പിക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും ഇവനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവുമെന്നാണ്. പക്ഷേ ഒരു വിധത്തിൽ കുഞ്ഞിലൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും അവൻ്റെ നാവിലും നെറ്റിയിലും ഉടമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവൻ സംസാരിക്കുമെന്ന്. പക്ഷേ എൻ്റെ മെറിറ്റ് അവസാനിച്ചെടുത്ത, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചിട്ട്
പരാജയമായിരുന്നു അതിൻ്റെ ഫലമെല്ലാം. പക്ഷേ ദൈവം ഒരു ദിവസം ഇവനെ തൊടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെയാണ് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ ഇവിടെ ഇവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അച്ഛൻ ഇവൻ്റെ കഴുത്തിൽ 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി 7 തവണ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞ് നന്നായിട്ട് നീ ഉള്ളുരുകി ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോലും അറിയാണ്ട് ഭയങ്കര വലിയ മാറ്റങ്ങളാണ് ഇവന് സംഭവിച്ചത്. ഇവന് അമ്മ എന്ന വാക്ക് പറയാൻ തുടങ്ങി. നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊട്ട് സങ്കല്പിക്കില്ല ഇവനിത് പറയുമെന്ന് ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ ഇവൻ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ പാട്ടുകൾ പാടാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് കുട്ടിയത് പറയാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര വലിയ മാറ്റമായിരുന്നു ഇവനിൽ സംഭവിച്ചത്. അത് എൻ്റെ യോഗ്യതയാൽ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാത്തത് ദൈവത്തിൻ്റെ കരുണയാലാണ് സംഭവിച്ചത്. അമ്മയുടെ മധ്യസ്ഥത വഴി അവന് ലഭിച്ച വലിയ സൗഖ്യത്തിന്, ഈശോ അവനെ തൊട്ട വലിയൊരു ദൈവാനുഭവത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു 2 തവണകളായിട്ട് ഇവന് ഒരു വൈറൽ ഫീവർ വന്ന് ഒട്ടും മാറുന്നില്ല. മരുന്ന് കഴിച്ചിട്ടും ഇവന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. മരുന്ന് കഴിക്കും, പിന്നെ ആ ഡോസ് കഴിയുമ്പോൾ വീണ്ടും പനി വരും. അങ്ങനെ മാറാതെ കുറേ തവണ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാവും പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സമയമാണെന്ന്. അങ്ങനെ ഉടമ്പടിത്താലും ഇവൻ്റെ നെറ്റിയിൽ പുരട്ടി, ഇവൻ്റെ നെഞ്ചത്തും പുരട്ടി എന്നും ഈ പനിയുടെ സമയത്ത് പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചിട്ട് എഴുന്നേൽക്കാത്തൊരു കുട്ടി അത് പുരട്ടി കഴിഞ്ഞതിന് പിറ്റേ ദിവസം മുതൽ ഇവന് പനി വിട്ടുമാറി ഇവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്ന്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാരണം ഇവന് ഒരു വിധത്തിലും എത്ര മരുന്ന് ഓരോ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കാണിച്ചിട്ടും മാറാതിരുന്നൊരു പനി മാതാവിൻ്റെ ഉടമ്പടിത്തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ വഴി ഈശോ അവനെ തൊടുകയും അവൻ വലിയൊരു സൗഖ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. അതുപോലെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പണയം വീടിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പണയം വീട് പോലും കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഡെയിലി ബ്രെഡിൽ ഇങ്ങനെ അച്ഛനിങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാനിതൊരു നിയോഗമായിട്ട് മനസ്സിലിങ്ങനെ കണ്ട് മാതാവേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കാണാൻ പോയ ആ പണയം വീട്ടിൽ ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് കൃപാസന മാതാവിൻ്റെ രൂപമായിരുന്നു. ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മ ഈശോയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നെ ഒരു ഭവനമാണെന്ന്. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പോയി. പക്ഷേ വിശ്വസിച്ചതിന് നേരെ വിപരീതമായിട്ട് ആ വീട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ വന്നു. ഒരുപാട് പൈസ അവർ കൂടുതൽ ചോദിച്ചിട്ട്. ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരിക്കും, അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വൈകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തരാനാണ്. അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു ചെറിയൊരു സ്വർണം ഞങ്ങൾ ആ വീടിന് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വർണം നോക്കിയിട്ട് ആ സമയത്ത് കാണുന്നില്ല വിൽക്കാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് തവണ നോക്കി, 2 ലോക്കറിലും നോക്കിയിട്ടൊന്നും സ്വർണത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു മാലയായിരുന്നു, പക്ഷെ അത് കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ നിമിഷം തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ ഈശോയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്ന വീടാണെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണം. അതുപോലെ ഞങ്ങൾ പള്ളി അടുത്തുള്ളൊരു വീടാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ദേവാലയം അത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിനെ നന്നായിട്ട് മാറ്റിമറിച്ചൊരിടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം, എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു ഞങ്ങൾ പള്ളി അടുത്തുള്ളൊരു വീട് തന്നെ നോക്കിയിരുന്നത്. അങ്ങനെ ആ വീട് തന്നെ തിരിച്ചു വരികയും, കാരണം മാതാവിനെ കണ്ടിട്ടാണ് ഞങ്ങളെ വീട് മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആ വീട് തന്നെ തിരിച്ചു വരികയും ഈ നഷ്ടപ്പെട്ട സ്വർണം ഞാൻ പറഞ്ഞ സെക്കൻഡിൽ തന്നെ നോക്കിയപ്പോൾ എവിടെയോ ഒരു ഉടക്കി കിടന്നേച്ച്. അത്രയും നേരം ഞങ്ങൾ തപ്പിയിട്ടത് കാണുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ മാല ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ അവർക്ക് പൈസ കൊടുത്ത് ആ വീട് വീട്ടിൽ കയറി ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ വഴി ഈശോയ്ക്ക് 1000 നന്ദി പറയാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മക്ക് കണ്ണിന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ണിൽ. മറ്റേ കണ്ണിൽ 3 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് ആളുമില്ല, പൈസ ഇല്ലാതെ അമ്മാമ്മ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് കൃപാസനത്തെയും അല്ലെങ്കിൽ അമ്മയെ ഈശോയെയും. അമ്മാമ്മ ആ ഒരു വഴിയിൽ കൂടി ജീവിച്ചു വരുന്ന ഒരാളാണ്.
അപ്പോൾ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഉടമ്പടി തലം കുരിശിൽ കണ്ണിൽ കുരിശ് വരച്ചിട്ട് ആ കാഴ്ച ഓപ്പറേഷൻ പറഞ്ഞ കണ്ണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, പൈസയില്ല ആളും ഇല്ലാത്ത കാരണം. അപ്പം അമ്മാമ്മ എന്നും വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ അമ്മാമ്മയോട് അങ്ങനെ ഒരു വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം. അങ്ങനെ പറയുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ വലിയൊരു സ്വപ്നമായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം, നടക്കാത്തൊരു കാര്യം പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യം നടക്കുകയാണ്. അത് നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ആരൊക്കെയാണോ അങ്ങനെ എല്ലാവരോടും ഞാൻ അങ്ങനെ പറയും. അമ്മാമ്മ ഇതുപോലെ തന്നെ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങി. 3 മാസം ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കണ്ണ്, കാഴ്ച നഷ്ടപ്പെടേണ്ട കണ്ണ്, അമ്മമ്മക്ക് ആദ്യം ഒരു മങ്ങലൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യാത്ത കാരണം. പക്ഷേ ഇത് പ്രാർത്ഥിച്ചു തുടങ്ങി. അമ്മാമ്മ പോലെ അറിയാതെ അമ്മാമ്മയുടെ കണ്ണിന് പരിപൂർണ സൗഖ്യം അമ്മ വഴി ഈശോ കൊടുത്തു. അങ്ങനെ ഇന്ന് അമ്മാമ്മക്ക് ഓപ്പറേഷൻ ചെയ്ത കണ്ണിനേക്കാളും നല്ല രീതിയിൽ അപ്പുറത്തെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്, കണ്ണടയൊക്കെ വെക്കാതെ അമ്മാമ്മ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. അത് അമ്മ വഴി ഈശോ നൽകിയ വലിയൊരു സൗഖ്യമാണ്. അത് അമ്മാമ്മ തന്നെയാണ് അത് പറയേണ്ടത്, അമ്മാമ്മയ്ക്ക് കൊടുക്കാം. അതെ, എൻ്റെ കണ്ണ് 2 കണ്ണിന് തിമിരായിരുന്നു. ആ തിമിരായിട്ട് ഒരു കണ്ണ് എൻ്റെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ എൻ്റെ ഒരു കണ്ണുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, മാതാവേ എനിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്ത എൻ്റെ കണ്ണിന് എനിക്ക് കാഴ്ച തന്നെയെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു മാസത്തിൻ്റെ ഉള്ളിൽ മറ്റേ കണ്ണിന് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത കണ്ണേറ്റും ശക്തി തന്നു, എനിക്ക് കാഴ്ച തന്നു. മാതാവ് എനിക്ക് ഓപ്പറേഷൻ ചെയ്താലേ എന്നെ നോക്കാൻ ആളില്ല എന്ന് അമ്മോടും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട്. 1 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്ത കണ്ണിൻ്റെറ്റും എനിക്ക് ശക്തി തന്നു, കാഴ്ച തന്നു. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് നല്ല കാഴ്ച തന്നു മാതാവിനോട് എനിക്ക് നന്ദി പറഞ്ഞ കഴിയില്ല. ഞാൻ എന്തോരം നന്ദി പറയുന്നേ മാതാവേ, നീ ഇത്ര വേഗത്തിൽ എനിക്ക് കാഴ്ച തന്നു ഞാൻ മാതാവിനോട് അപേക്ഷിച്ച്. ഈശോയെ, എൻ്റെ കൃപാവര പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മമാരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അമ്മമാരുടെ കൂടെ ഇരിക്കും. അവർക്ക് എന്നാലാകുമെന്ന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, കൊച്ചു സഹായങ്ങളാണെങ്കിൽ ഞാനത് വലിയ സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ആദ്യമൊക്കെ ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചേച്ചി വന്നത് സാക്ഷ്യം പറഞ്ഞു, ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ല, മറിച്ച് ഒരു കൃപാവര പ്രവൃത്തിയാണെന്ന്. അപ്പോൾ ഈശോയെ കണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിൽ, വേദനിക്കുന്ന ആളിൽ ഈശോയെ കാണുമ്പോഴാണ് വചനം പൂർത്തിയാവുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, അങ്ങനെ ആ വചനം പൂർത്തിയാവുന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരു സെല്ലിൽ ഒരു ചെറിയ മെൻ്റൽ ഡിസോർഡറായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്ത് പോലെയൊക്കെയുള്ളൊരു ചേച്ചിയായിരുന്നു. പക്ഷെ ആ ചേച്ചി ഇങ്ങനെ പൂട്ടിയിട്ട് കുറേ കഴിയുമ്പോൾ സെല്ലിൽ നിന്ന് പുറത്തിറക്കി നോർമലായപ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നെന്ന് സംസാരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ അത് ഈശോയാണ്, അങ്ങോട്ട് ഈശോയെ കാണുന്നത് പോലെ നീ നോക്കുന്ന പറഞ്ഞ് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഭയവും ഇല്ല. ഞാനും തിരിച്ചവരെ തൊടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചകളൊന്നും അല്ലായിരുന്നു, ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൃപാവര പ്രവൃത്തികൾ ചെയ്യുന്നത്. കുറച്ചും കൂടി എല്ലാവരിലും ഈശോയെ കണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് പത്രം വാങ്ങി, എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനമാണ്. കാരണം ഈശോയെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് എല്ലാം തികഞ്ഞൊരവസ്ഥയാണ്. മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെയും അതിന് നമുക്ക് വീണ്ടും ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ ഈശോയെ കൊടുക്കുമ്പോൾ എല്ലാം പൂർണ്ണതയിലെത്തിയെന്ന് ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക്. അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ അന്ന ദിവസം ദൈവം ചെയ്ത പ്രവൃത്തികളും ഞാൻ അവരോട് ഷെയർ ചെയ്യും. അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ അമ്മ വഴി ഈശോ നൽകിയ എല്ലാത്തിനും 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എൻ്റെ കുടുംബത്തെയും എന്നെ ഉയർത്തിയതിനോർത്ത് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിബിത. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നിരുന്നാലും ഞാൻ ജപമാലകളും വിശുദ്ധ കുർബാനയും മുടങ്ങാതെ കൂടാറുണ്ട്. ഞാൻ UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു 6 ഇയേഴ്സായി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെ പല പല കൺട്രീസും റിസർച്ച് ചെയ്തു. പക്ഷേ എല്ലാം ഫൈനൽ സ്റ്റേജിലെത്തും, പക്ഷേ ഫെയിലിയർ ആയിരുന്നു എല്ലാം. അങ്ങനെ ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയെ കുറിച്ചൊരു ചോയ്സ് വന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം എഴുതി. ക്യാപ്സ് എക്സാം ആയിരുന്നു. എക്സാം എഴുതി, ഇംഗ്ലീഷ് എക്സാമും ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്തും ഇതുപോലെ കുറേ മെയിലുകളും കുറേ സ്പോൺസേഴ്സിനെയും റിക്രൂട്ടേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ അവസാനം ഫൈനൽ സ്റ്റേജിലെത്തും, പക്ഷേ അത് റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ നവംബർ 2024 ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് എനിക്ക് UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ എനിക്ക് സാലറി 5 months ഡിലേ ആയിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന നടക്കുമായിരുന്നു. അപ്പം ഞാൻ കേൾക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതായിരുന്നു കേട്ടോണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ കണ്ണുനീര് വരുമായിരുന്നു. അപ്പം ഈശോയുടെ സ്നേഹം ഇങ്ങനെ അലഞ്ഞു വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ UAE വിത്തിൻ 2 weeks എൻ്റെ 5 months സാലറി ഒരുമിച്ച് കിട്ടിയായിരുന്നു. എന്നും പിന്നെ മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടി അവസരമുണ്ട്, നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്തു. അത് എൻ്റെ മെയിൻ നിയോഗം ഇതുപോലെ ഓസ്ട്രേലിയയിൽ മൂവ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഫാമിലി ആയിട്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പം അവരെ വിട്ടിട്ട് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുവാണ്. ഈ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ 33 എന്ന് കേൾക്കുന്നു, 33 കേൾക്കുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ സാക്ഷ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ 33 ഡേയ്സിനകം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാണും എന്നറിയാം. അപ്പം ഞാൻ 33 ഡേ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നില്ല. പക്ഷേ എനിക്ക് മുമ്പായിട്ടൊരു ദൂതനെ ദൈവം അയച്ചു. എനിക്ക് വേണ്ടി ഒരു ദൂതൻ ചെന്ന് ഒരു സ്പോൺസറിൻ്റെ കോണ്ടാക്റ്റ് വന്നു. ആ ഒരു ഫ്രണ്ട് എംപ്ലോയറിനോട് സംസാരിക്കുകയും എന്നെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ബ്രീഫ് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എൻ്റെ എംപ്ലോയർ ഒരിക്കലും ഒരു മലയാളിയെ എടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുവാണ്, നമ്മുടെ അച്ഛനൊക്കെ സ്വപ്നം കാണുവാണ്, ജോസഫിന് സ്വപ്നം കാണുവാണ്. അച്ഛൻ പറയുകയാണ്, മോളെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിൻ്റെ നാവിൽ മാതാവിൻ്റെ ഒരു തുള്ളി തേൻ മതി, ആരൊക്കെ നിന്നെ വിഷമിച്ചാലും അത് മധുരമാക്കി മാറ്റി തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞാൻ എന്നും എൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി ഞാൻ എന്നും തേൻ നാവിലെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് സെയിം എംപ്ലോയർ എന്നെ വിളിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രൊഫൈൽ നോക്കി, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഒരു 12 o'clock ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 ആയപ്പം 1 മണിയായപ്പം എംപ്ലോയർ വിളിക്കുക. ഓസ്ട്രേലിയയിലെ ടൈമിൽ അപ്പം മോർണിംഗാണ്. അപ്പം അവർ വിളിക്കുകയാണ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്, നീ ഇൻ്റർവ്യൂവിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു 200 പേജ് നോട്ട്ബുക്കിൽ ഫുൾ ChatGPT ഒക്കെ നോക്കി ഇൻ്റർവ്യൂവിനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷേ ഞാനൊന്നും വായിച്ചത് പോലും ഇല്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥനകളും ജപമാലകളും പ്രസംഗങ്ങളും ഉടമ്പടി ധ്യാനം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഇനി 1 മണിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ഇപ്പം പഠിക്കുന്നത്, ഇപ്പം സാർ ചോദിക്കുവാണെങ്കിൽ എന്ത് ഞാൻ ഇപ്പം പറയുക. അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. കോൾ ചെയ്യായിരുന്നു, വീഡിയോ കോൾ പോലും അല്ലായിരുന്നു, വെറുതെ കോൾ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, നീ ക്രിസ്ത്യനാണോ? അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്ത്യനാണ്. നീ ക്രിസ്ത്യൻസിൽ എന്തെല്ലാം പ്രാക്ടീസസ് ആണ് ചെയ്യുന്നത്? ഹോളി മാസ്, ഹോളി റോസറി ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട്. ഓക്കെ, യു ആർ സെലക്റ്റഡ്. ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒരു ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞ കൺട്രിയിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ പല സബ്ജക്ട്സ്, പല സിനാരിയോസ്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരാമെങ്കിലും പരിശുദ്ധ അമ്മ എന്നെ ലൈറ്റ് വെയ്റ്റിങ്
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഈ 2 കാര്യങ്ങളിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അമ്മയുടെ അടയാളമായിട്ട് ആ ഇൻ്റർവ്യൂ സമയത്ത് ആ എംപ്ലോയർ ഒരു മലയാളിയോട് സംസാരിക്കുകയാണ്. ആ മലയാളി എന്നോട് പറയുന്നു, നസ്രത്ത് കോളേജ് ഓഫ് ഫാർമസി എന്നാണ് പുള്ളിക്കാരി പഠിച്ചതെന്ന്. പക്ഷേ നസ്രത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ സൗണ്ടും കേട്ടപ്പോൾ ആ 2:30 സമയത്ത് എനിക്ക് വന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ്. ആ ഒരു അടയാളം അമ്മ എനിക്ക് കാണിച്ചു തന്നു, നസ്രത്ത് എന്നുള്ളൊരു വേർഡ്. അതിൽ ഞാൻ എല്ലാം വീണുപോയി. ഞാൻ കരഞ്ഞു, നല്ലതായിട്ട് കരഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി, സങ്കടമായി, എല്ലാം സന്തോഷം കൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ്ങിൽ വിട്ടു. വിസ പ്രോസസ്സിങ്ങിൽ ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഓക്കെ ആയിട്ട് ഡിസംബർ 17 7 എന്നുള്ള അമ്മയുടെ അടയാളത്തിൻ്റെ നമ്പറായിട്ട് എനിക്ക് വിസ ഗ്രാൻഡായിട്ട് കിട്ടി. അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവർക്കും വിസ ഗ്രാൻഡായി. അങ്ങനെ ഞങ്ങൾ അടുത്ത മാസത്തേനും പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ആൾത്താരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ എൻ്റെ റിലേറ്റീവ്സിനോട് പറയത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആത്മീയ തലത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞു റോസറി ഗ്രൂപ്പുണ്ട്. ഞാൻ എല്ലാവരെയും കൊണ്ടും ഒരു റോസറി പോലും എത്തിക്കാൻ പറ്റാത്തവരോടെ കൊണ്ട് ഞങ്ങൾ റോസറി ചെല്ലിക്കുന്നുണ്ട്. റോസറി ചെല്ലാൻ വേണ്ടി ഇങ്ങനെ പ്രചോദനം കൊടുക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയോടുള്ള അമിതമായ സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, അഗാധമായി സ്നേഹിക്കാൻ എന്നെ ഉടമ്പടിയിൽ എത്തിച്ചു. ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ളൊരു ഉത്തരക്കടലാസാണ്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പറയണം, എന്തെല്ലാം ഉടമ്പടി ജീവിതത്തിലായിരിക്കണമെന്നെല്ലാം അച്ഛൻ പറഞ്ഞു തരുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള അനുഗ്രഹം കിട്ടി. ഞാനൊരു തവണ ആലോചിച്ചു, റോസറി ഗ്രൂപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജപമാല ചെല്ലിയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ ചൊവ്വാഴ്ച അച്ഛൻ പറയുന്നത് ജപമാലയോളം ശക്തി വേറൊന്നിനുമില്ല. അങ്ങനെ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എനിക്ക് വീണ്ടും ഉത്തരം കിട്ടി. ജപമാലയാണ് ഏറ്റവും വലുത്. അപ്പോൾ ജപമാല തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആത്മീയതലത്തിൽ ഒരുപാട് എനിക്ക് മുന്നേറാൻ പറ്റി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുന്നതായിരുന്നു. അപ്പോൾ ആ പത്രം ഞാൻ ഫാർമസിയിൽ വരുന്ന പേഷ്യൻസിനെല്ലാം നല്ലൊരു പേഷ്യൻ്റ് കൗൺസിലിങ്ങും അവരുടെ അസുഖങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവർക്ക് ആ പത്രം അവർക്ക് അസുഖം മാത്രമല്ല അവരുടെ ഭൗതിക തലത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമതകളുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കൊരു ആശ്വാസമായിട്ട് ഞാൻ ഈ അമ്മ മാതാവിന് പറഞ്ഞു കൊടുക്കുകയും അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പം ഞാനത് ഒരിക്കലും നിരസിക്കാതെ ഞാൻ എന്നെപ്പറ്റി എനിക്ക് പറ്റുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തുമായിരുന്നു. പിന്നെ യു എ എന്ന് പറഞ്ഞ കൺട്രി അനുസരിച്ച് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളിൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ഈ സാക്ഷ്യത്തെ പൂർണ്ണമായി ഈശോയ്ക്കും മാതാവിനും സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്.